വേശിക്കൊണ്ടായവനെ, പഞ്ചായത്ത് വേശിക്കൊണ്ടായ പടക്കക്കടയുടെ മോനെ, നിന്റെ അമ്മയുടെ പോണാ, നിന്റെ കയ്യിൽ കൊച്ചിൻ വെച്ചിരിക്കുന്നില്ലേ, അതിനെയും കൂടെ വിറ്റ് പടക്കശാലിയാണ് മൊത്തം. പിന്നെ ഓക്കെ, ഇത് ആ റോയ്സ് ആണെന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ നമ്മുടെ തത്ത ചേച്ചിയുടെ നമ്മുടെ താത്തയുടെ വോയിസ് ആണ്. അതായത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലും ചേർത്ത് വെച്ച് സംസാരിച്ച ഒരു സ്ത്രീ ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരു കോമഡി പീസാണ് കേട്ടോ. എല്ലാവർക്കും തീരെ വനിതയായിട്ട് എല്ലാവർക്കും വേണ്ടി പൊരുതി നടക്കുന്ന ഒരു ചേച്ചിയെ മാത്രമേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. നിങ്ങൾക്ക് ഇവരെ ആരാധിച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ഇവരുടെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് പോലും. ഒരു മനുഷ്യർക്ക് പോലും അറിയത്തില്ല ഇവിടെ. നമുക്ക് നല്ല രീതിയിൽ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലാണെങ്കിലും ഇവരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. കാരണം യൂട്യൂബിൽ വന്നതിൻ്റെ ഒരു 3-ാമത്തെ മാസം ആയപ്പോൾ ബിഗ് ബോസ് സമയത്ത് എനിക്കൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ. ഓൾറെഡി എനിക്ക് 2 സ്ട്രൈക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് കണക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല യൂട്യൂബ് ഫീൽഡിൽ. എനിക്ക് സ്ട്രൈക്ക് അടിച്ചു. ആ മഹത്തായ വ്യക്തിയുടെ പേര് ഞാനത് പറയാം. ഇത് ഈ താത്ത തന്നെ പറയുന്നുണ്ട്, ഞാൻ ആ ഒരു വീഡിയോ വെച്ച് തരാം. ആ സമയത്ത് ഞാൻ ഇവരോട് ഹെൽപ്പ് ചെയ്തു. പിന്നെ എന്നെ ഒരു ദേവദൂതനെ പോലെ ഒരാൾ കടന്നു വന്നു. ആ വ്യക്തിയെയും ഞാൻ അവസാനം പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ രേണു സുധിക്ക് ക്യാൻസർ ആണെന്നുള്ള കാര്യമാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അത് എന്തോ ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് ഡാനി കൂടുതൽ സംസാരിക്കാൻ വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 6 ദിവസം മുമ്പ് ഞാൻ രേണു സുധിയുടെ ഒരു കോണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 6 ദിവസം മുമ്പ് അതിൻ്റെ ഒരു ചെറിയൊരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. 6 ദിവസം മുമ്പുള്ള ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ തംബ്ലൈൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈശ്വര, അത് മിസ്സായോ. ഓക്കെ, എന്തായാലും നിങ്ങളൊരു തംബ്ലൈൻ അവിടെ സൈഡിൽ വെച്ച് തരാം. അത് ഞാൻ 6 ദിവസം മുമ്പിട്ടുള്ളൊരു വീഡിയോ. ഞാൻ രേണുവിനെ കുറിച്ച് ഇനി ഒരു സബ്ജക്റ്റ് ചെയ്യത്തില്ല എന്നുള്ള രീതിയിലാണ്. അപ്പം അതിൻ്റെ വീഡിയോയിൽ ഒരു 6 ദിവസം മുമ്പ് ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 10,000 പേരോളം അത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫേസ്ബുക്കിൽ അത്യാവശ്യം വ്യൂ ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോയ്ക്ക്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ മോനെ റീച്ച് ഇല്ലാത്തതുകൊണ്ടാണോ. അതിൽ ഒരു 3-4 കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കമൻറ്റ് നിലപാടില്ലാത്തവൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. കാരണം ഈ അടുത്ത സമയത്ത് കിച്ചുവിൻ്റെ വിഷയത്തിൽ ഡാനി ഈ പറയുന്ന കിച്ചുവിനെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേണുവും ഡാനിയും അങ്ങ് ഒട്ടി, ഡാനിക്ക് രേണുവിനോട് അങ്ങ് പ്രേമം, അങ്ങനെയുള്ള കുറേ കഥകളും കാര്യങ്ങളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് പല തന്തയ്ക്ക് പറക്കാത്ത ടീംസുകൾ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കീഴിക്കൊണ്ടിട്ട് താങ്ങുന്ന മഹത്തായ വ്യക്തികളെ നമുക്ക് നല്ല രീതിയിൽ അറിയാം. ഞാൻ അതിലോട്ടൊന്നും വരുന്നില്ല. ഞാൻ ഒരു 6 ദിവസം മുമ്പ് രേണുവിനെ കണ്ടന്റ് ചെയ്യുന്നില്ല. കാരണം രേണുവിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്ത് കൊണ്ടുവന്നിട്ടുള്ള A to Z കാര്യങ്ങൾ രേണുവിൻ്റെ എല്ലാം പുറത്ത് കൊണ്ടുവന്നിട്ടാണ്. ഞാനാണെങ്കിലും മധുരാണെങ്കിലും പോലും കഴിഞ്ഞ ജൂൺ ജൂലൈ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ. ഒരു കേസ് കേട്ടില്ല. പിന്നെ അതുപോലെ തന്നെ രേണുവിൻ്റെ ചേച്ചി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. ഇപ്പോഴും കോടതി കേസ് കിടക്കുന്ന ഒരു കാര്യമാണ്. കോടതി നമുക്കത് ഒരു വിഷയമായിട്ടുള്ളൊരു കാര്യമേ അല്ല. കേസും കാര്യങ്ങളും അല്ലേ, ഇനിയിപ്പോൾ അത് സിമ്പിളായിട്ട് അങ്ങ് പോക്കോളും. ഓക്കെ, അത് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേറെ കാര്യം, അതിലോട്ട് ഞാൻ സംസാരിക്കുന്നില്ല. അപ്പോൾ 6 ദിവസം മുമ്പ് ഞാൻ ഈ റിതപ്പൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഈ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എല്ലാം നമ്മൾ പുറത്ത് കൊണ്ടുവന്നിട്ടുള്ള, പിന്നെ ആ പടം കുറച്ച് എക്സ്ക്ലൂസീവും കൂടെ ഉണ്ടായിരുന്നു. അത് ഈ അടുത്ത സമയത്ത് നമ്മുടെ മനു അവൻ അതെടുത്ത് പുറത്തിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്ക്ലൂസീവും കാര്യങ്ങളൊക്കെ. പിന്നെ വന്നിട്ടുള്ള കഥകളൊക്കെ പറയുന്ന സ്വർണ്ണക്കടത്ത്, മാങ്ങാത്തൊലി, മറ്റേ കഥ, എവിടുന്നൊക്കെ കുറേ വോയിസും കാര്യങ്ങളൊക്കെ ഈ താത്ത കൊണ്ടുവരുന്നുണ്ട്. എൻ്റെ പൊന്നോ, ഒരെണ്ണമെങ്കിലും ഒന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരെണ്ണമെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ ഒരെണ്ണമെങ്കിലും പറ്റുമോ നിങ്ങൾക്ക്? ഒരെണ്ണമെങ്കിലും. കുറേ എണ്ണത്തിൻ്റെയൊക്കെ വോയിസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ പൊന്നു ചേച്ചി, അതൊക്കെ ഫേക്ക് സാധനങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫീൽഡിലുള്ള എല്ലാ ടീംസിനും അറിയാം. പിന്നെ ഇവരും കുറച്ച് ആൾക്കാരും കൂടെ ഏറ്റുപിടിച്ച് അങ്ങ് ചെയ്യുന്നു, അത്രമാത്രം. ഇതൊക്കെ ജനങ്ങളോട് പറഞ്ഞാൽ ഒരു മണ്ണാങ്കട്ടം ചെയ്യാത്ത കുറേ കിഴങ്ങത്തിമാരും ഉണ്ട്. ഇതൊക്കെ ഇരുന്ന് വിശ്വസിച്ചിരിക്കാൻ വേണ്ടി കുറേ എണ്ണം. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം രേണു സുധി സ്വർണ്ണക്കടത്തും കാര്യങ്ങളൊന്നും കടത്തിയിട്ടില്ല. അത് 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അതെനിക്ക് നല്ല രീതിയിൽ ബോധ്യമുള്ളൊരു കാര്യമാണ്. നീയൊക്കെ ഏതൊക്കെ രീതിയിൽ അത് വളച്ചൊടിക്കാൻ പറ്റില്ല. നമ്മളൊരു കാര്യം തുറന്ന് പറയാം. ഒരു കാര്യം എന്താ പറയണ്ടേ, നമ്മൾ ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു കൊണ്ടുവരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആവശ്യമില്ലാത്ത കാര്യം കൂടെ ഉണ്ടാക്കി റീച്ചും ഉണ്ടാക്കി നടക്കുന്ന കുറേ ടീംസുകളുണ്ട്. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. രേണു ഡാനിക്ക് പൈസ കൊടുത്ത്, അത് മാത്രമല്ല നമുക്ക് വേണ്ടപ്പെട്ട കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു ചേച്ചിയാണ്, സ്നേഹ എന്നാണ് ആ ചേച്ചിയുടെ പേരും കൂടെ ഞാനങ്ങ് പറഞ്ഞേക്കാം. ആ ചേച്ചിയെ വിളിച്ചിട്ടൊക്കെ പറയുന്ന കേട്ട് ഡാനിയും അതിലും ക്യാഷ് മേടിച്ചു, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ. എടേ, വേണമെങ്കിൽ അവളെ വിലക്ക് മേടിക്കാനുള്ള പൈസ അത്യാവശ്യം നമ്മുടെ ഉണ്ട്. ഉള്ള കാര്യം പറയാം, പൊങ്ങച്ചം പറയുമല്ല. എന്തായാലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം അത്രയ്ക്ക് ദാരിദ്ര്യമില്ല നമുക്ക്. രേണു സുധിയുടെ എന്ന് പൈസ മേടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. അതാദ്യം മനസ്സിലാക്കുക. കുറേ എണ്ണം ഇത് ഞാൻ ഇന്നും ഇതിനെ തുടങ്ങിയത്. ഇപ്പം എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് കുറേ എണ്ണം മെഴുകുന്നുണ്ട്. ഓക്കെ, ഞാനൊരുത്തിയുടെ വോയിസും വെച്ചല്ലോ. ഇനി എനിക്ക് സംസാരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ അതുലിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, താത്ത വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. ഒരുത്തരുടെ ചാനലിൻ്റെ സ്ട്രൈക്കിൻ്റെ അതെൻ്റെ കാര്യം പറയുന്നത്. പിന്നെ ഒലിവിയുടെ കാര്യങ്ങൾ പറയുന്നത് അത് അതുലിൻ്റെ കാര്യങ്ങളാണ്. ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയണം. ഓക്കെ, അതിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക. പറ്റുവാണെങ്കിൽ പരമാവധി ഒന്ന് ഷെയർ ചെയ്തു. പിന്നെ ഞാൻ സ്ഥിരം പറയുന്ന കൂട്ടൊന്ന് ലൈക്കും കൂടെ ചെയ്തു. ഓക്കെ, ഇനി ഞാനും കൂടെ കാര്യം പറയാം. നിനക്ക് ഡാനിക്ക് സംസാരിക്കാൻ അറിയത്തില്ലെന്ന് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. തെറ്റി. ഡാനിക്ക് എന്താ പറയണ്ടേ, ഈ ലക്ഷ്മണ രേഖ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു ഈ അടുത്ത കുറച്ച് നാൾ എൻ്റെ ജീവിതത്തിൽ.
അതങ്ങ് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എന്താണ് എങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. പിന്നെ അത് മാത്രമല്ല, ചേച്ചി പറയുന്നുണ്ടല്ലോ തിരുവനന്തപുരത്ത് അങ്ങ് ഉണ്ടാക്കി കളയാൻ ഒരുപാട് ആൾക്കാരുണ്ടെന്ന്. ചേച്ചി നിങ്ങൾ എന്താണെന്ന് ചേച്ചി നമുക്കറിയാം എങ്ങനെ ഫൈറ്റ് ചെയ്യണമെന്ന്. ചുമ്മാ ഇരിക്കുമ്പോൾ കൂടെയുള്ള പിള്ളേരുടെ കൂട്ടത്തിലുള്ളവരോടൊക്കെ ചോദിച്ചു നോക്കിയാൽ മതി. പണി അറിയാം നമുക്ക് നല്ല രീതിയിൽ. ഇനിയിപ്പം നമുക്ക് ഫൈറ്റ് ചെയ്യാം, നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാം. ഈ വീരയും അപ്പനും കാണണം പുള്ളിക്കാരി, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി നമുക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുലിൻ്റെ ഒരു പെൺകുട്ടി വോയിസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനായി അയച്ച കൂട്ടത്തിൽ തന്നെ ഈ വ്യക്തിക്കും അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് കേരളത്തിലെ കൂടുതൽ ആൾക്കാർ രേണു സുധിയുടെ കോണ്ടന്റ് നോക്കുന്നത് ഒന്ന് അതുൽ വ്ലോഗ്സ്, പിന്നെ ഇപ്പം താത്തയുടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത്, മാങ്ങാത്തൊലി, അങ്ങനെ മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എക്സ്ക്ലൂസീവ്, അത് ഇത് മറ്റേത് മറിച്ചത്. ഓക്കെ, ഈ രണ്ട് വ്യക്തികൾ ആ കൊച്ചി തറഞ്ഞപ്പോൾ ആദ്യം ഈ രണ്ട് വ്യക്തികൾക്കാണ് ഇട്ട് കൊടുത്തത്. എൻ്റെ പൊന്നോ, ചേച്ചിയുടെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമിക്കാൻ തോന്നും. യോ മോളെ, എൻ്റെ പൊന്നോ, എനിക്ക് പുച്ഛം. സത്യസന്ധമായിട്ട് പറയാലോ, അതെല്ലാം കേട്ടപ്പോൾ ഞാൻ ഡീറ്റെയിൽ അല്ലേ ചോദിച്ചുള്ളൂ, അതൊന്നും തന്നാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തോ തൊലിയാ ഞാൻ അറിയാൻ വയ്യത്തോട്ട് ചോദിക്കുക. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡീറ്റെയിലും കാര്യങ്ങളും എങ്ങനെ ആ കൊച്ചെടുക്കും? ആ കൊച്ചിൻ്റെ ചേച്ചി എങ്ങോട്ടാണ് ഹോസ്പിറ്റലിൽ അങ്ങോട്ട് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്, എങ്ങനെ എടുക്കും? ഇത് ഒരു കേസായി കഴിഞ്ഞാൽ ഇത് ഏത് രീതി പോകുന്നു അതറിയാനുള്ള ബോധമില്ലേ എനിക്ക്? എൻ്റെ 18 വക്കീലന്മാരുണ്ട്, എൻ്റെ രണ്ട് പിള്ളേർ ആരാ? വിവി നമ്മുടെ വിവിചേട്ടനാ, പിന്നെ വിവിചേട്ടൻ പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. ഞാൻ അതിലോട്ടൊക്കെ വരാം. അതും എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒലിവിയ വിഷയത്തിൽ പ്രത്യേകിച്ച് വിവിചേട്ടന് നല്ല റോളുണ്ട്, അതുപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ അത് സംസാരിക്കാം. ഓക്കെ, എന്തായാലും ആ പെൺകുട്ടിയുടെ ഒരു വോയിസ്, ആ പെൺകുട്ടി ഇപ്പോൾ അതുലിനിട്ടൊരു വോയിസ് ഉണ്ട്, അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനത് വെച്ച് തരാം. എടോ, ഒരു കാര്യം പറയാം, എൻ്റെ പൊന്ന് താത്തേ, ആ കൊച്ച് നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങളോട് ഈ വിവരം പറഞ്ഞത്. അവരോട് ആ ഒരു വിവരം പറഞ്ഞത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും ചേച്ചിക്ക് എടുക്കാൻ വേണ്ടി ചേച്ചിയുടെ ഭീഷണി പോലത്തുള്ള സംസാരവും കാര്യങ്ങളും ഒക്കെ, അത് കഴിഞ്ഞിട്ട് ആ പെണ്ണും ലവനും തമ്മിലുള്ള പ്ലാനിങ്, അത് ഇത് മറ്റേത് മറിച്ചതൊക്കെ കുറേ ഡയലോഗും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഒരു അറിയാവുന്നൊരു ചേച്ചി അയച്ചു തന്നത് എന്തുവാ, അവരെ കണ്ട് കമൻറ്റ് അങ്ങോട്ട് ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് ഈ പറഞ്ഞ രേണുവിന് ക്യാൻസർ ഇല്ലെന്നും പറഞ്ഞാൽ അവർ അയച്ചു തരുന്നു. കുറേ ആൾക്കാരൊക്കെ അയച്ചത്. ഞാൻ ആ കേസ് കേട്ടിനെ കുറിച്ച് ഒന്നും ഇവിടെ സംസാരിക്കാനോ ഒന്നും ഇവിടെ വരുന്നൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഇങ്ങോട്ടോ കഥയൊന്ന് നീണ്ടു പോയിട്ടുണ്ട്. ഓക്കെ, ആ പെൺകൊച്ചിൻ്റെ കാര്യമല്ലേ, ആ പെൺകൊച്ച് അതുലിനിട്ട് വോയിസ് ആണെന്ന് വെച്ചുതരാം. സക്കീനാത്തയുടെ ലേറ്റസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ഒന്ന് കയറിയിട്ട് നോക്കൂ. കാരണം വീഡിയോ ചേട്ടനുണ്ടാവുന്നത് വളരെ മോശമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. സക്കീനാത്തൊന്ന് കയറി നോക്കുമോ? ചേട്ടന് 2.9 മെസ്സേജാണ് ഞാൻ സക്കീനാത്തായിട്ട് ഇട്ടത്. പക്ഷെ അതിനുശേഷം അത് തന്നെ വല്ലാതെ ടോർച്ചർ ചെയ്യാൻ എനിക്ക് 15 മിനിറ്റ് വരുന്നു. അതിനിപ്പോഴും ഞാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അല്ല കുട്ടി നിനക്കിത് വേണോടി, നിനക്കിത് വേണം. ഭയങ്കര ആരാധനയായിരുന്നല്ലോ, നിനക്ക് ഭയങ്കര ആരാധനയായിരുന്നല്ലോ. പൂവിട്ട് പൂജിക്കുമല്ലായിരുന്നോ? തമ്പുരാട്ടി താത്ത തമ്പുരാട്ടി. ഞാനങ്ങോട്ട് ഇരിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് നല്ല രീതി അങ്ങോട്ട് പറയാൻ അങ്ങോട്ട് പോവാ. താത്ത തമ്പുരാട്ടി എല്ലാവരും കൂടെ കയറ്റി അങ്ങ് നെഹളിച്ചങ്ങ് കൊണ്ട് നടക്കുമല്ലായിരുന്നോ? തമ്പുരാട്ടിയാണ് എല്ലാത്തിനും ഇവിടുത്തെ കോടതി. എന്നുള്ള ഒരു വിധിക്കുന്ന കുറേ ചേച്ചിമാരുണ്ട്. തമ്പുരാട്ടിയാണ് ശരി, തമ്പുരാട്ടി പോകുന്ന വഴിയാണ് കറക്റ്റ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. നിനക്കൊരു അനുഭവം വന്നപ്പോൾ നീ പഠിച്ചല്ലോ ഇവറ്റയുടെയൊക്കെ സ്വഭാവം എന്താണ്. സ്വന്തം കാര്യം നേടാൻ വേണ്ടി ഞാൻ ഒരു കാര്യം ഇപ്പോഴും ആൾക്കാരോട് ഞാൻ തൊഴുതു പറയുവാണ്. നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും, പക്ഷെ ചെന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ സ്നേഹത്തോടെല്ലാം ചെയ്തിട്ട് അതിനു വേണ്ടി തിരിഞ്ഞെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒന്ന് സെറ്റായി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പുറത്തോട്ടൊരു നൈസായിട്ട് അങ്ങ് പ്ലേറ്റ് മാറ്റുന്ന രീതിയുണ്ട്. നിങ്ങൾക്കറിയത്തില്ല, ചില വിഷയങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ ഒരാളെ കൊണ്ട് ഏൽപ്പിച്ചിട്ടുള്ള ആ വ്യക്തി അനുഭവിച്ചിട്ടുണ്ട്. അതൊരു വർഷം നീണ്ടു പോയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒരുപാട് കേസുകളുണ്ട്. ദിയാസനയുടെ കാര്യങ്ങൾ ഇനി ഞാൻ സംസാരിക്കാം. ദിയാസനെ ഞാൻ ആദ്യമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് ഈ വ്യക്തിയാണ് എനിക്ക് നമ്പർ തന്നത്. ഇവരെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഇവർ പല കാര്യത്തിലും വെളിയാടാക്കുന്നുണ്ട്. ദിയാസനെ വിളിച്ചു, കാര്യങ്ങൾ തിരക്കി, കാര്യങ്ങൾ സംസാരിച്ചു, ആ കാര്യം ഇവരോട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്ന പോലാണ് കാര്യങ്ങൾ എന്നൊക്കെ. ഇപ്പം അന്ന് ഡാനി സത്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ചില കാര്യത്തിൽ ഞാൻ പോലും അറിയാതെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ കുറേ ചിങ്കടികളുണ്ട് കൂടെ. മക്കൾ പഠിക്കും കേട്ടോ, സമയമാകുമ്പം പഠിച്ചോളൂ, ഞാൻ അത്രേ പറയുന്നുള്ളൂ. പല കാര്യത്തിലാണെങ്കിൽ പോലും അവർ നൈസായിട്ട് നമ്മൾ എന്തിന് ഷാജിയുടെ വിഷയത്തിലാണെങ്കിൽ പോലും കുറേ എക്സ്ക്ലൂസീവ് വോയിസ് ഉണ്ട്. ആദ്യം എന്നെ കൊണ്ട് ഇടിപ്പിക്കാൻ വേണ്ടി നോക്കിയതാണ്, അത് വേറൊരു പെണ്ണിനെ കൊണ്ട് കൊടുത്ത് അവരെ കൊണ്ട് ഇടിപ്പിക്കുകയൊക്കെ നോക്കി. അപ്പോഴേ എന്നോട് പറഞ്ഞൊരു കാര്യം, എൻ്റെ പൊന്നു മക്കളെ ഇപ്പം നിങ്ങൾ ഏറ്റെടുത്തില്ലേ, നമ്മൾ നൈസായിട്ട് ഇതങ്ങ് വലിയാൻ പോവാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞ. മനസ്സിലായോ? ഇവർ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഇതിപ്പോൾ ആരും വിശ്വസിക്കേണ്ട. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ തന്തയ്ക്കോ തള്ളയ്ക്കോ റിപ്പോർട്ട് അടിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഐ ഡോണ്ട് കെയർ. അത്രയും ഞാനിപ്പോൾ പറയത്തുള്ളൂ, ഐ ഡോണ്ട് കെയർ. ഇത് ഇച്ചിരി ആറ്റിറ്റ്യൂഡ് ഇട്ട് തന്നെ സംസാരിക്കാമെന്ന് വെച്ചാൽ, അഹങ്കാരം കൂടിയെങ്കിൽ അങ്ങനെ വിചാരിച്ചോ, ഒരു കുഴപ്പമില്ല. ഓക്കെ,
എന്തായാലും കഥകൾ ഇനിയും പറയാൻ കിടപ്പുണ്ട്. ഞാൻ കുറച്ചും കൂടെ വോയിസ് വെക്കട്ടെ. എന്നെ വീഡിയോ ചെയ്യുമെന്ന് പറയുന്നത്, എന്റെ പേരില് വീഡിയോ ഇറക്കുമെന്ന് പറയുന്നത്. അപ്പോഴും ഞാൻ അയക്കാർക്ക് പറഞ്ഞിട്ടാ ഞാൻ ഇത്ര ചെയ്തുള്ളൂ, എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, ഞാൻ അതിലൊന്നും അയക്കാർക്ക് മോശമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ അയക്ക എന്നെ വളരെ മോശമാക്കി, എന്നെ ഏതൊക്കെയോ ഏജന്റുകളാക്കുന്നു, എന്തൊക്കെയോ എന്നെ ആക്കി തീർക്കുന്നു. അതൊക്കെ ഞാൻ അതെല്ലാം സഹിക്കും. പക്ഷെ ചേട്ടനെ ചേർത്തുകൂടി എന്നെ ചേർത്ത് പറയുമ്പോൾ എനിക്കൊരു ലൈഫുണ്ട്, എനിക്കൊരു ഭാവി ഉണ്ടെന്ന് അവർ മറന്നു പോകുന്നുണ്ട്. അവരൊരു സ്ത്രീയല്ലേ, ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ എന്റെ ആദ്യത്തെ അനുഭവമാണ്, ഒരു വിശ്വാസത്തിന്റെ പേരിലല്ലേ. ഈ റിയാക്ഷൻ ചെയ്യുന്ന എല്ലാവരും അങ്ങനൊന്നും അല്ല മോളെ, അങ്ങനൊന്നും അല്ല. ഓരോരുത്തരുടെ പ്രശ്നങ്ങളും കാര്യം ഉണ്ടെങ്കിലാ നമ്മൾ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും നമ്മളോട് ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരക്കൊക്കെ ചെയ്യും, പറ്റുന്ന പോലെ നമ്മൾ തിരക്കും. ഞാൻ അങ്ങനെയാണ്. എൻ്റെ എന്തെങ്കിലും ഒരു വിഷയ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും. ഒരു ദിവസം ഓക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഞാൻ ചോദിച്ചിരിക്കും, എന്തെങ്കിലും മെസ്സേജ് ഇട്ടിരിക്കും. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു തിരക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ആ ഒരു വഴിക്ക് പോകും. പിന്നെ സമയം കിട്ടുമ്പോൾ നമ്മൾ ചോദിച്ചിരിക്കും. ഞങ്ങളൊക്കെ അങ്ങനെ സത്യം പറഞ്ഞാലാ മുതലാക്കുന്ന ഇതുപോലത്തുള്ള കുറെ നാറികളുണ്ട്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, നാറി ടീംസുകളെന്നേ ഞാൻ പറയത്തുള്ളൂ. എല്ലാ റിയാക്ഷൻ ആൾക്കാരെയും കൂടെ മോളെ ദേവി അതൊന്നും പറയരുത്. കാരണം ഇതുപോലത്തെ തന്തയോ തള്ളയോ ഒന്നും തിരിച്ചറിയാത്ത രീതിയിലെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ചില നാണുകെട്ട വർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അവരെ അടുപ്പിക്കാതിരിക്കുക. പിന്നെ ഒരുപാട് ഡീറ്റെയിൽ എൻ്റെ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ഡീറ്റെയിലും കാര്യങ്ങളും. ഓരോരുത്തരുടെ പൈസ മേടിച്ചതും അത് കൊടുക്കാത്തതിൻ്റെയും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് ഈ പറയുന്ന അച്ഛൻ എന്തുകൊണ്ട് ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നില്ല? അച്ഛൻ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? അച്ഛൻ്റെ കുറിച്ച് ഇപ്പോൾ വീഡിയോയിലൊന്നും പറയുന്നില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? അച്ഛൻ എവിടെ പോയി? അച്ഛൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഏതാ അച്ഛൻ? മനസ്സിലായി കാണുമല്ലോ. ഏതാ അച്ഛൻ? ഏതാ അച്ഛൻ? ഏതാ അച്ഛൻ? ഏതാ അച്ഛൻ? മനസ്സിലായി കാണുമോ? എവിടെ പോയി? എവിടെ പോയി? കഥകളൊക്കെ നമ്മുടെ കയ്യിലും കുറേ കാര്യങ്ങൾ ഇരിപ്പുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഷോ ഓഫോ കാര്യങ്ങളോ ഒന്നും ഇറക്കിക്കൊണ്ട് വരുമൊന്നും ചെയ്യരുത്. നമുക്കിട്ട് അടുക്കി നിങ്ങൾ ചുമ്മാ എന്താ പറയുക, പൊട്ടാസ് പൊട്ടിച്ചാൽ മതി, നല്ല ഒന്നാം തരം ബ്ലാസ്റ്റ് ചെയ്തു തരാം. പറയുമ്പം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയാനിരിപ്പുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ നിങ്ങൾ ഞെട്ടിപ്പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഇതിന്റെ ഇടയിൽ ഇവരെ വെളുപ്പിക്കാൻ ഏതവന്മാർ വന്നാലാണെങ്കിലും ശരി, സൂക്ഷിച്ചു വെച്ചോ. നോക്കി വെച്ചോ നീയൊക്കെ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. കൂടെ നിന്നിട്ട് ഉണ്ടാക്കുന്ന കുറെ ചേട്ടനായാലും സത്യനായിട്ടായിരിക്കും ഞാൻ മെസ്സേജ് ഇടുന്നത്. അറ്റ്ലീസ്റ്റ് ഞാൻ എന്തെങ്കിലും ഒരു മോശം പറഞ്ഞിട്ട് അവരെന്നെ പറ്റി ഒരു വീഡിയോ ഇട്ടോ ഓക്കെ, ഞാൻ ആ ചാറ്റ് എല്ലാം വേണമെങ്കിൽ ചേട്ടൻ ഷെയർ ചെയ്ത് തരാം. ഞാൻ ഒന്നുപോലും ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് തന്നെ പാരയാവുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ അനുഭവത്തിലാണ് ഇപ്പൊ ആദ്യമായിട്ടാണ്. ചേട്ടൻ ഒന്ന് കയറി നോക്കുക അത്. എന്റെ പൊന്നു മോളെ, ഒരു കുഞ്ഞിനെയും കൊണ്ടൊരു ചേച്ചി ഒരു സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് പണ്ട്. അന്ന് ഈ യൂട്യൂബിൽ ഡാനി എന്ന് പറഞ്ഞ ആൾ ബിഗ് സ്റ്റോറി ആണെങ്കിൽ യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. എങ്ങനെയെങ്കിലും ഒന്നും വളരണം, കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പോകണം, ആ ഒരു ചിന്തയോടെ വന്നൊരു പയ്യനുണ്ടായിരുന്നു ഒരു സമയത്ത്. പറയുന്നേക്ക് ആ കൂട്ടത്തില് എന്നോട് ഫസ്റ്റ് ടൈം ഒരു ഹെൽപ്പ് ചോദിച്ചൊരു വ്യക്തി ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ അവസാനം വരെ എനിക്ക് തോന്നുന്നു ഒരു 8 മാസം എന്നെ ആൾക്കാർ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു വിഷയത്തിലാണ്. പക്ഷെ അവസാനം ഞാൻ ജയിച്ചു കേട്ടാ. ആ കാര്യത്തിൽ ഇവരെന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് നന്ദിയും കടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പുറത്തോട്ടങ്ങ് ചാടി. കാരണം ഓഡിയൻസ് എവിടെ ഇരിക്കുന്നോ, അല്ലെങ്കിൽ ഇവർക്ക് ഇവിടെ ഗുണം കിട്ടുന്നുണ്ടോ അങ്ങോട്ടേ പോകത്തുള്ളൂ. അവിടെ സത്യത്തിനോ നീതിക്കോ ഒരു വിലയില്ല. ഞാൻ ആ വ്യക്തിയുടെ കാര്യങ്ങളൊന്നും ഇവിടെ സംസാരിക്കാനൊന്നും പോകുന്നില്ല. അവസാനം സോഷ്യൽ മീഡിയയിൽ കൂടെ ആ പെണ്ണിനെ വലിച്ചെറിഞ്ഞ് മോശമായിട്ട് സംസാരിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ സത്യം പറയാം ഞാൻ കൈവിട്ടു പോയി എന്നുള്ള ഇത് വന്നപ്പോഴാണ് എൻ്റെ പൊന്നു രക്ഷകൻ എന്ന് പറയാം അതിൽ വന്നിട്ടൊരു വീഡിയോ അടിച്ചു. അതിൽ വന്നിട്ട് വീഡിയോ അടിച്ച് കുറേ ആൾക്കാർ അത് ഏറ്റെടുത്തു. നമ്മുടെ എന്താ പറയണ്ടേ ഗ്രാഫ്, പിന്നെ അതുപോലെ തന്നെ ജനങ്ങൾക്ക് കാര്യവും മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ വിഷയത്തിനെ കുറിച്ചൊന്നും ഞാൻ ഇനി പറയുന്നില്ല. ഇനിയാണ് മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. നമുക്ക് ഒലിവെ മറന്നിട്ടില്ല കേട്ടോ, ഞാൻ അതിലോട്ട് വരുമ്പോൾ ഞാനും അതിലും തമ്മിൽ എങ്ങനെ കൂട്ടായി എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമല്ലോ. അപ്പോൾ അതിലും എല്ലാവർക്കും ഒരു പങ്കുണ്ട്. എന്തായാലും നമുക്ക് അതിന് മുമ്പേ താത്തയുടെ വീഡിയോ ഞാൻ ബ്ലർ ചെയ്ത് വെച്ചേക്കാം. എന്തായാലും ഇവർക്ക് സ്ട്രൈക്ക് അടിക്കാനൊക്കെ പറ്റും, അതിനുള്ള കഴിവൊക്കെ അവരുടെ മോനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീഡിയോ പോവുകയാണെങ്കിൽ എൻ്റെ ഉത്തരവാദിത്വം താത്ത ഓക്കെ അവനോടും പറഞ്ഞു അതുവരെ ഓക്കെ. അതിനുശേഷം അവൾ എന്നോട് സംസാരിച്ചത് നിന്നോട് വന്നവൾ വീണ്ടും പറഞ്ഞെങ്കിൽ അവളെ പറഞ്ഞിട്ട് നീയാ ഈ പെങ്കൊച്ചിനെ വിരട്ടിയപ്പോ നിനക്ക് നൊന്തു. അതപ്പോ ആരാ പെങ്കൊച്ചി? കൊച്ചു നാട്ടിലുണ്ട്, പക്ഷെ നാട്ടിലെ നമ്പരീന്നല്ലേ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ദുബായ് നമ്പരീന്നാ. എന്താണ് ലിങ്ക്? അതൊക്കെ നീ ജനങ്ങളോട് പറഞ്ഞാൽ മതി. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം. ചേച്ചിക്ക് ഇതൊക്കെയാ മനസ്സിലായത്. അവള് എന്റെ പൊന്നോ, കുളിസത്തിന്റെ കാര്യം ഇവിടെ ഒന്നും പറയല്ലേ. ചിന്ന വീട വരട്ടുമാ, പെരിയ വീട മരട്ടുമാ, മേസരിക്ക് ചിന്ന വീട് പൊടിക്കുമാ, മേസരിക്ക് ചിന്ന വീട് പൊടിക്കുമാ. തമിഴ്നാട്ടിൽ ഇപ്പൊ വിജയ തോന്നുന്നു കേട്ടോ മുഖ്യമന്ത്രി. അതെ വിജയ അവിടെ
ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. വേണ്ടേ, രണ്ടാമത്തെ കാര്യം നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്നത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ 7 കാര്യങ്ങൾ ഇരിപ്പുണ്ട്. 7 എണ്ണം. ഒന്നും ചെയ്യാത്ത എന്താന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ? എല്ലാവർക്കും ഉണ്ടോ കുടുംബം, എല്ലാവർക്കും ഉണ്ട്. അവിടെ ഒന്നും അറിയാത്ത കുറെ നിരപരാധിയായിട്ടുള്ള ഒരാളെങ്കിലും കാണും. അവരെയും കൂടെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാ കൂടുതലായിട്ടൊന്നും പറയാത്തത്. പിന്നെ സത്യം പറയാലോ, രേണുവിന്റെ കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യത്തിൽ വാശിയായിരുന്നു. അവരോട് വാശി, ദേഷ്യം മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് അവരോട് ഒരു സമയത്ത്. പക്ഷേ കുറെ കാര്യങ്ങൾ വന്നപ്പോൾ എനിക്ക് അവരോടുള്ള ദേഷ്യം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനും കാരണക്കാർ കുറെ ആൾക്കാരാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. കാരണം ഡാനി ആ കോണ്ടന്റ് വിട്ടതല്ലേ. ഡാനിക്ക് സ്റ്റാൻഡില്ല, ഡബിൾ സ്റ്റാൻഡ്, ട്രിപ്പിൾ സ്റ്റാൻഡ്, പല തന്തയുടെ സ്വഭാവം. ഓക്കെ, ഐ ഡോണ്ട് കെയർ. ഓക്കെ, എന്നെ ഈ കൊച്ച് കോണ്ടാക്ട് ചെയ്യുന്ന സമയം അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. 5:17 PM ഹായ് ഇടുന്നത്. അതിനുശേഷം എന്നെ കോൾ ചെയ്യുന്നു, ഞാൻ കോൾ ആൻസർ ചെയ്യുന്നു, 2 മിനിറ്റ് സംസാരിക്കുന്നു, അതിനുശേഷം 20 സെക്കൻഡ്സ് സംസാരിക്കുന്നു. ഇതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തെടുത്തു. പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാമോ എന്നാണ് അടുത്ത് ഞാൻ ചോദിക്കുന്നത്. അത് ചോദിച്ചത് 5:37 അനങ്ങിയിട്ടില്ല. അടുത്ത ദിവസമാണ് അനക്കയില്ല. ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു, അപ്പണ്ട് ഹൈ വരുന്നു. അതിനകത്തു നിന്നാണ് അടുത്ത സംഗതി വരുന്നത്. എന്തിനാ ഇങ്ങനെ ഉടായ്പും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നതെന്നാണ് എന്റെ ചോദ്യം. കൃത്യല്ലേ? ഞാൻ ചോദിക്കുന്ന ചോദ്യം കൃത്യല്ലേ? എന്തിനാ ഈ ഉടായ്പ കൊണ്ട് നീ വന്നിരിക്കുന്നത്? എനിക്കിത് ഉടായ്പായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവൾക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖം എന്നോട് വന്ന് വിളമ്പേണ്ട കാര്യം എന്താ? സിമ്പിൾ അല്ലേ? അവക്കൊരു അസുഖം ഉണ്ടെങ്കിൽ എന്നോട് വന്നിട്ട് വിളമ്പേണ്ട കാര്യമില്ല. നിങ്ങൾ ലോജിക്കില്ലാത്തൊരു വ്യക്തിയല്ലേ. ഇന്ന് കേരളം കാത്തിരിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ താത്തയുടെ വീഡിയോ ആണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ കാത്തിരിക്കുന്ന വീഡിയോ താത്തയുടെ വീഡിയോ ആണ്. ഒരു വീഡിയോ ഇട്ട 1 ലക്ഷം, മറ്റൊരു വീഡിയോ ഇട്ട 2 ലക്ഷം, 3, 4, 5. ആ വ്യക്തിയുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ആരാധന കൊണ്ട് നിങ്ങളുടെ നമ്പർ മേടിച്ചിട്ട് നിങ്ങളോടുള്ള സത്യം തുറന്നു പറഞ്ഞാണ്. കൂട്ടത്തിൽ അതിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം രേണു കോണ്ടന്റിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ടീംസ് ആണ് ഈ നിൽക്കുന്ന 2 വ്യക്തികൾ. അതുപോലും മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഈ ലേഡിക്കില്ലേ? ഓ, മാനിപ്പുലേഷൻ ചെയ്യുന്ന ഓരോ രീതികളും കാര്യങ്ങളും ഒക്കെ എന്റെ പൊന്നോ. മെഡിക്കൽ ഡീറ്റെയിൽസ് തന്നിട്ടില്ല. നിങ്ങളുടെ പേരെന്താണ്? അവളുടെ പേര് അവള് പറയുന്നില്ല. അവിടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വരെ പുറത്ത് വിട്ട് അവർക്ക് അവിടെ പേരറിയത്തില്ലെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടു നോക്കണം. ആ പെണ്ണിന്റെ ഇൻസ്റ്റയുടെ അക്കൗണ്ട് സഹിതം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പെണ്ണിന്റെ അക്കൗണ്ട് സഹിതം. കഷ്ടം. എന്തിനാ വെറുതെ ഉടായ്പം കൊണ്ട് ഇറങ്ങുന്നത്? ഞാൻ എങ്ങനെ തരാനാ ഇത്? എന്താ അവളെ പേര് പറഞ്ഞൂടെ? അവൾക്ക് പേരില്ലേ? പേര് അവസാനിച്ചു പോയാ? അറിഞ്ഞ കാര്യം ഇത്തായെ ഒന്ന് ഇൻഫോം ചെയ്തതാ. എന്റെ ചേച്ചിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഓക്കെ, ആ പെണ്ണ് ഹോസ്പിറ്റലിന്റെ കാര്യമെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തിന് ദുബായിലെ സ്വർണ്ണക്കടത്തിന്റെ കഥ വരെ തപ്പിപ്പോയ ടീമിന് ഇതൊക്കെ നിസ്സാരമല്ലേ? പരമര ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ തപ്പിയെടുക്കാൻ നിസ്സാര കാര്യമല്ലേ? ഈ ദുബായി വരെ പോയി വോയിസും കാര്യങ്ങളും കൊണ്ടുവന്ന ഞാൻ ഇച്ചിരി ഓവറാണെന്നുണ്ട് വിചാരിക്കുന്നുണ്ടല്ലേ? കുഴപ്പമില്ല, ഇച്ചിരി ഓവറാണ്. ഞാൻ ഇച്ചിരി ഓവർ എന്ന് വെച്ചാൽ ഞാൻ ഓവറായി കഴിഞ്ഞ് എൻ്റെ പോന് ഒരു കാര്യം ഞാൻ പറയാം. അവിടെ എനിക്ക് ആണെന്നോ പെണ്ണെന്നുള്ള വേർതിരിവൊന്നുമില്ല. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. ഒരു വേർതിരിവും ഞാൻ കരുതില്ല. കാരണം ഞാൻ അത്രയ്ക്ക് വെറുത്ത ഒരു സംഭവമാണ്. വെറുത്ത ഒരു സംഭവം. ഞാനുള്ള പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യും, എന്ത് വൃത്തികളും ചെയ്യും. അത് നിങ്ങൾക്കൊന്നും അറിയത്തില്ല. പറയാം, ഒലിവിയ വിഷയം തീർന്നിട്ടില്ല. ഞാൻ അതിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, അല്ല, അവൾ അവിടെ വർക്ക് ചെയ്യുന്നില്ല. അവളെ ചേച്ചിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഉടായിപ്പോ എന്നാ ചേച്ചിയുടെ നമ്പർ അത് തരൂല. അപ്പൊ ചേച്ചിയുടെ നമ്പർ തരത്തില്ല, അനിയത്തിയുടെ പേരും പറയത്തില്ല. എന്റെ പൊന്നോ, ഇതുപോലെ പല കേസുകളും വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഡീറ്റെയിൽസ് സഹിതം വിടുന്ന ടീമാണ്. അതെങ്ങനെ ചേച്ചിയോട് കൊടുക്കും? ചേച്ചി ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ. നാളെ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പം എക്സാമ്പിൾ ഇപ്പൊ രേണു കൊണ്ട് കേസും കാര്യങ്ങളും കൊടുക്കുവാണെങ്കിൽ ആ പെണ്ണിന് വരും, ആ പെണ്ണിന്റെ ചേച്ചിക്ക് വരും. അവരുടെ ജോലിയാ പോകുന്നത്. ഇവർക്ക് സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ അത് പേടിക്കണ്ടേ? ആ കൊച്ചിനെ അറിഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളോടൊന്ന് ഇൻഫോം ചെയ്യുന്ന വെച്ചാൽ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് താത്തേ. മനസ്സിലാക്കണം. അവരോടാണെങ്കിൽ അത് പറഞ്ഞത്. അത് ഈ രീതി വളച്ചൊടിച്ച് വരുമ്പോ നിങ്ങൾ ആരാ മോള്? കൊള്ളാലോ സ്വഭാവം. ഞാൻ പറയുന്നില്ല. വിദേശത്തെ നമ്പറിൽ നിന്നാണ് വാട്സാപ്പ് അയക്കുന്നത്. ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയില്ലേ? ഞാൻ പറയണ്ടല്ലോ. ഇത്ത എന്റെ ചേച്ചി അവിടെയാ വർക്ക് ചെയ്യുന്നത്. ഇത് ഈ സമയം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ അയക്കുന്ന അതിന് മറുപടി ഇടുന്ന സമയം കൂടെ നമ്മൾ ശ്രദ്ധിച്ചോണം. ഇത്ത എന്റെ ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നത്. രേണു സുധി അവിടെ ചെന്നതും ടെസ്റ്റ് ചെയ്തതും ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്തതും ശരിയാണ്. എനിക്ക് രേണു സുധിയുടെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ഇത്താനോട് ആ കാര്യം പറയുന്നതാ. അതിന് ഞാൻ എന്തിനു ഉടായി പിറക്കുന്നേ? നീ എന്നോട് എന്തിനാ പറയണേ? നീ അതിനോട് പറഞ്ഞില്ലേ? ഇനഫല്ലേ? അതിൽ പറയട്ടെ. അയ്യോ, അതിൽ മാമ പറയട്ടെ. അത് നീ എന്തിനാ എന്നോട് പറയുന്നേ? എന്നോട് പറഞ്ഞാൽ അതിന് മാമയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. എന്റെ പൊന്നു മാമിയെ മാമനെ ആ പെണ്ണിന് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് വന്നിട്ട് അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷെ മാമി എന്തിനാണ് ആ മാമനെ ആ പെണ്ണിനെ വെച്ച് അപവാദം പറയുന്നത്? എന്താണ് തൊത്തത്തെ? എന്താണെന്നറിയില്ല. മാമിയുടെ ഓരോരോ കോപ്രായങ്ങളെ
ബോറടിക്കുന്നുണ്ടോ? ലാസ്റ്റ് ഒരു സംഭവം ഉണ്ട്, ഞാൻ പറയാം കേട്ടോ. കൃത്യത ഉണ്ടെന്ന് തെളിഞ്ഞാൽ ഞാനത് പബ്ലിക് ചെയ്യും. അതെന്റെ ക്യാരക്ടർ. അത് 100 വട്ടം പറ. നാണുമാനമില്ലാത്ത സ്ത്രീയാണ്, അതുകൊണ്ടാണ് ഈ പബ്ലിക് ചെയ്യുന്നത്. ഇവിടെ പരിപാടി ചെയ്ത് ഇങ്ങനെ ഊടായ്പാണ്. പറ. തന്നെയാ. അതൊരു കുഴപ്പം. അതാണ് അപ്പോഴും കുഴപ്പം. ഒളിച്ചു വെക്കണമായിരുന്നു. ഒളിച്ചു വെച്ച പിന്നെ നല്ല കണ്ടന്റ് അല്ലേ, ചാകരയല്ലേ. അവൾക്കൊരു അസുഖമുണ്ടെങ്കിൽ, അവളൊരു പ്രശ്നത്തിലാണെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാകും. അവക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അവിടെ കൂടെ ഉണ്ടാകും. ഇതുവരെ അവക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ ആയിരുന്നു. എന്റെ പൊന്നോ, അവക്കൊരു പ്രശ്നം ഉണ്ടെങ്കിലാ. എടാ, രേണു സുധിക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ താത്ത കൂടെ ഉണ്ടാവുമെന്ന്. അപ്പൊ സ്വർണ്ണക്കടത്ത് നടത്തിയതൊക്കെ അങ്ങ് മറന്നുപോയോ? നമ്മുടെ രാജ്യത്തിൽ ഇത്രയും ദ്രോഹം ചെയ്തൊരു വ്യക്തിയാ ഈ പറയുന്ന ഇത് സ്വർണ്ണക്കടത്തും കാര്യങ്ങളൊക്കെ. അതൊക്കെ പെട്ടെന്നൊക്കെ ക്ഷമിക്കുമോ? ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, അത് പറയാൻ പാടില്ല, ശരിയല്ല. എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്തൊരു സ്നേഹം, എന്തൊരു എളിമ, എന്തൊരു എടോ, കുറച്ചൊക്കെ ഉളുപ്പും കാര്യങ്ങളൊക്കെ വേണം നിങ്ങൾക്ക്. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, വേറെ ആരെ അടിപ്പിച്ചാലും ഇവരെ അടിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരെ കാരണം അതുപോലത്തെ വിഷവിത്താണ്, അതുപോലത്തെ വിഷവിത്ത്. ഓക്കെ, ദുബായിലെ കേസ് കേട്ട് എല്ലാം ചേച്ചി അന്വേഷിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ചേച്ചി കൊണ്ട് നിസ്സാരമായിട്ട് ഇത് പറ്റും. ചേച്ചി പോയി അന്വേഷിക്കും. അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിലോ ഒന്ന് ചേച്ചി പോയി അന്വേഷിക്കും. ഞാൻ പോയി നിൽക്കുമെന്ന് നാണവും മാനവില്ല ഇങ്ങനെ വന്നിട്ടിരുന്ന് പറയാനാ. സ്വർണത്തിന്റെ കാര്യങ്ങൾ, പെണ്ണിന്റെ ഈ പെൺമാണിഭോഗം എന്ന് വേണമെങ്കിൽ പറയാം. ഈ 2 കേസ് കേട്ടിൽ അവർക്കൊരു പങ്കുമില്ല. പിന്നെ ഡയറക്ടർ എന്ന് പറയുന്ന മറ്റേ വിപിന്റെ കേസ് കേട്ടിലാണെങ്കിൽ പോലും അവൻ കാണിച്ച തോന്നിവാസം. അത് നമ്മുടെ വിവി ചേട്ടന്റെ വീട്ടിലും അത് പറഞ്ഞിട്ടുണ്ട്. അവൻ ആൾ നാറിയാണെന്നുള്ള രീതി പുള്ളിയും സംസാരിക്കുന്നുണ്ട്. അതിലും സംസാരിക്കുന്നുണ്ട്. അവന്റെ എക്സ്ക്ലൂസീവ് ഉണ്ടാക്കാൻ പോയതാണ്. അവനെ പോലെ ഒരു ഫ്രോഡ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കേസ് കേട്ടുണ്ട്, ഒരുപാട്. പക്ഷേ എൻ്റെ പേഴ്സണലി എന്നെ വിളിച്ച 2-3 ആൾക്കാരോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വിശ്വസിച്ച് അവർക്ക് സത്യം ശരിക്കും സഹതാപം മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതെല്ലാം സത്യം തന്നെ. പക്ഷെ കള്ളങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുന്ന സ്വഭാവം നമുക്കില്ല. പക്ഷെ ഇവരൊക്കെ ഉണ്ടാക്കി. ഓക്കെ, ഇനി നമുക്ക് അടുത്തിലോട്ട് പോകാം. ലാഗ് അടിപ്പിക്കുന്നില്ല, ഇത്രയൊക്കെ ആയില്ലേ? ലൈനാണ് ഞാൻ വിശ്വസിച്ച ഒരേ ഒരു വ്യക്തി ഇതിനകത്ത്. പിന്നെ ചിന്നക്കട വെടിയാണ്. ചിന്നക്കട വെടിയെടുത്ത് ഞാൻ പറഞ്ഞു ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എന്റെ ഇന്റൻഷൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. പബ്ലിക് യാരെന്താ ചിന്നക്കട വെടി? ഈ ചിന്നക്കട വെടി എന്ന് പറയുന്ന ആരാന്ന് പറയുക? സജന വ്ലോഗ്സിനെയാണ് പറയുന്നത്. സജനെ വിളിച്ചിട്ട്, അതായത് ആ പയ്യന്റെ നെക്സോന്റെ കേസ് കേട്ട് വന്ന സമയത്ത്, അതും പോലീസ് സ്റ്റേഷനില ഡാനി സത്യൻ, അതുൽ വ്ലോഗ്സ് ആണ് ആ പയ്യനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നുള്ള രീതിയിലാണ് ആരെടുത്ത് പറഞ്ഞത്? സജനയോട് പറഞ്ഞത്. സജനയോട് പറഞ്ഞത് അങ്ങനെയാണ്. സജനയോടും പിന്നെ ആരോടായിരുന്നു, മറ്റേ അവിടെ പേരെന്തായിരുന്നു, ശ്രീതു, അവരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞത്. എന്നിട്ട് ഈ പറയുന്ന ഡാനിയുടെയും അതുലിന്റെ ചാനൽ അടിച്ച് കളയാൻ രേണുവിനോട് പറ. ഡാനിയുടെ അതുലിന്റെ ചാനൽ അടിച്ച് കളയാ എന്ന് പറയുന്നത് ഞാനൊന്നും പറയുന്നില്ല. അവിടെയും കുത്തിത്തിരിപ്പുണ്ടാക്കി. പക്ഷെ അവിടെ പോലീസ് സ്റ്റേഷനിൽ ആ പയ്യനെ കൊണ്ടുപോയ വ്യക്തികളെ എനിക്കറിയാം. ഞാൻ ആ വ്യക്തിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല, കാരണം ഞാനിങ്ങനെ അവരെ ഇട്ട് കൊടുക്കുന്നില്ല. ആ പയ്യനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയത്. പിന്നെ അതുമില്ലാതെ ഇടപെട്ട് ഒരു കൊച്ചന്റെ കേസ് കേട്ടാണ്. പിന്നെ അതുപോലെ മാത്രമല്ല, ഫാമിലിയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് വിട്ടുകളാ എന്നുള്ള രീതിയിലാണ് അവൻ ആ പ്രശ്നം അത് എന്താ പറയണ്ടേ, ഇലയ്ക്കും മുള്ളിനും കേട്ടില്ലാത്ത രീതി ഒഴിപ്പിച്ച് വിട്ടത്. കാരണം അവരും റിയാക്ഷനാണ് ചെയ്യുന്നത്, ഞങ്ങളും റിയാക്ഷനാണ് ചെയ്യുന്നത്. ഇത് വൈരാഗ്യം തീർക്കേണ്ട സാധനമല്ല, പക്ഷെ അതിനും കലിപ്പുണ്ടായിരുന്നു ഈ വ്യക്തിക്ക്. പിന്നെ ഈ പറയുന്ന ഇവർ പറയുന്നുണ്ടല്ലോ ചിന്നക്കട വെടി വെടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, നിന്നെക്കാളും അന്തസ്സുണ്ട്, നിന്നെക്കാളും അന്തസ്സുണ്ട്, നിന്നെക്കാളും അന്തസ്സുണ്ട്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, നിന്നെക്കാളും അന്തസ്സുണ്ട് അവർക്ക്. പറഞ്ഞു മനസ്സിലായോ? നേരെ സംസാരിക്കും, നേരെ സംസാരിക്കും. അത് തന്തയ്ക്ക് വിളിക്കാനാണെങ്കിലും ശരി, നേരെ നോക്കി സംസാരിക്കുന്നവരാ. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം, അല്ല കീഴിക്കൂടിട്ട് ഉണ്ടാക്കത്തില്ല. അതിനേക്കാളും ഭേദം അവരാണ്. ഞാനൊക്കെ ഒരുപാട് ഈ അടുത്ത സമയത്തും പട്ടിയെ പോലെ ആട്ടിയതാണ് അവരെയും മറ്റേ ശ്രീധുവിനെയൊക്കെ പട്ടിയെ പോലെ ആട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ഇപ്പം തുറന്നു പറയാം, നിങ്ങളെക്കാളും അന്തസ്സുണ്ട്. അവർ നേരെ വന്ന് കാര്യം പറയും. ഉറവ നേരെ വന്നിട്ട് ഒരു കാര്യം, ഇതിന്റെ പേര് ഇനി പറയും, ഡാനി വെച്ചോണ്ടിരിക്കുകയാണ്, ഡാനി ഉണ്ട് കിടക്കുകയാണ്, നീക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഒരു വിഷയമല്ല, ഒരു ഇല്ല. എനിക്ക് നിങ്ങളെക്കാളും അന്തസ്സുണ്ട്. കാരണം ഒരു മാനവും ഒന്നുമില്ലാതെ കുടുംബം ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു നാശമാണ് നിങ്ങൾ. ഒരു കാര്യം ഞാൻ പറയാലോ, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് അറിയാം. നിങ്ങളുടെ അന്നത്തെ വീഡിയോ കണ്ടായിരുന്നു, എൻ്റെ കാലിന് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ചാടിത്തുള്ളെന്ന്. പക്ഷെ പോലീസ് സ്റ്റേഷനിലോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഒരു ഫോൺ എടുക്കും, എൻ്റെ കാല് വയ്യ അങ്ങനെയും പറഞ്ഞിട്ട് നിങ്ങൾ അഭിനയിക്കുകയല്ലേ ചെയ്യുന്നത്. ഇതൊന്നുമല്ല, നിങ്ങളുടെ ഇതിനേക്കാളും ഇവിടെ കേരളം ഞെട്ടുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, സമയമാകുമ്പോൾ ഞാനത് പറയും. അത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ അങ്ങ് തൂക്കിക്കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊല്ലട്ടെ. വന്ന് ഇങ്ങനത്തെ അശ്ലീലം കാണിക്കാതിരിക്കും പെണ്ണ് മര്യാദയ്ക്കാവുക എന്നുള്ളതാണ്. അപ്പൊ ചിന്നക്കട വഴി എന്ത് ചെയ്തു, എന്നെ തെറി വിളിച്ചു. തിരിച്ച് തെറി വിളിച്ചില്ല. ഞാൻ എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരത്താ, കോട്ടയത്തല്ല. എനിക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. തിരിച്ച് തെറി വിളിക്കില്ല നിവർത്തിയില്ല. കോട്ടയത്താണെങ്കിൽ തിരുവനന്തപുരം അങ്ങനെയല്ല. എന്നെ തെറി വിളിച്ച് എനിക്ക് പണി കൊടുക്കാൻ അറിയാം. കാരണം തിരുവനന്തപുരം എന്റെ നാടാ. ഇങ്ങനെയാണ് എത്രയോ. ഞങ്ങൾ കേരളത്തിലാട്ടോ,
ഇപ്പൊ നമ്മൾ താമസിക്കുന്നത് കേരളത്തിലാണ്. എൻ്റെ പൊന്നി ചേച്ചി, അഹങ്കാരം കൊണ്ട് പറയാന്ന് കൂട്ടണ്ട. നിങ്ങൾ തിരുവനന്തപുരം ആണെങ്കിൽ അവിടെ തൂക്കാൻ ആൾക്കാരുണ്ട്. ഇനി അത് ചെയ്യും. പറഞ്ഞു മനസ്സിലായി. ചേച്ചി ഒളിച്ചും പാത്തുമല്ലേ ജീവിച്ചു പോകുന്നത്. അവരൊക്കെ അന്തസ്സോടെ ഇറങ്ങി നടക്കുന്നുണ്ട് ഇപ്പം. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ ചേച്ചി. ഈ ഒരു കാര്യം നിങ്ങളുടെ കാര്യം വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ അവരൊക്കെ പൂവിട്ട് പൂജിക്കാം. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. പൂവിട്ട് പൂജിക്കാം. ഞാൻ അങ്ങനെ പറയും. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന രേണുസുതിയുടെയും അച്ഛൻ്റെയും എല്ലാം വിഷയം ഇവരുടെ നേതൃത്വത്തിൽ കോംപ്രമൈസ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നവർക്ക്. അത് ഈ പറയുന്ന സജനയ്ക്ക് ഓക്കെ അല്ലായിരുന്നു. പറഞ്ഞു മനസ്സിലായോ? എന്നിട്ട് അതിൻ്റെ ഇടയിലാണ് സ്നേഹം നടിച്ച് കുറെ കുത്തിത്തിരിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് ഇവരെല്ലായിടത്തും മോനെ ചക്കരയെന്നും പറഞ്ഞ് ആദ്യം ചെല്ലും. അവസാനം നിങ്ങൾ കണ്ടോ, കുതികാല് വെട്ടുന്ന ഒരു സ്ത്രീ. ഓക്കെ, ഇനി അടുത്തിലോട്ട്. വൈരാഗ്യം എന്റെ നെഞ്ചിൽ ഉണ്ടായിട്ട് പോലും ഒരാളുടെ മൊബൈൽ നഷ്ടപ്പെടരുതെന്നും എന്റെ മകനെ വരെ പറഞ്ഞിട്ടുണ്ട്. ഒന്നും അറിയാത്ത എന്റെ കുട്ടീനെ വരെ പറഞ്ഞിട്ടുണ്ട്. ഞാനും അൽത്താഫ് വ്ലോഗ് മാത്രമാണ്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഒലിവയുടെ കാര്യമാണ് കേട്ടോ. അതിന് മുമ്പ് എൻ്റെ മോൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് മുമ്പ് ഒരു ലൈനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും അതിലും കൂടെ പോലീസ് സ്റ്റേഷനിൽ കോട്ടയത്ത് പോയ സമയത്ത് ഇവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരെന്നെ വിളിച്ചു, അതിൽ എങ്ങനെയുണ്ട്, എന്താണ് സംഭവം, ഒരു വീഡിയോ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്ര ശത്രുവായാലും അവരങ്ങനെ വിളിച്ചിട്ടുണ്ട്, ആ ഒരു മര്യാദ ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ള രീതി. എന്തിനാ, കോണ്ടന്റ് ആണല്ലോ, റീച്ച് കിട്ടിയൊരു സംഭവമായിരുന്നല്ലോ ഞങ്ങൾക്ക്. അവിടെ കയറി പറ്റാൻ വേണ്ടി നോക്കിയതാ പുള്ളിക്കാരി. അത് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലാണ്. ഓക്കെ, ഇനി പറ. ഞാൻ ഈ ലാഗ് അടിപ്പിക്കുന്നത് ഇപ്പൊ തന്നെ ഓവറായി. ഞാൻ ഒലിവിയ കേസിൽ പോയിട്ടുണ്ടായിരുന്നത് ഇന്റർവ്യൂ എടുക്കാൻ. അവിടെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ രണ്ടുമാണ് ആദ്യം പബ്ലിഷ് ചെയ്യുന്നത്. അതിനകത്ത് കൃത്യമായ കാര്യങ്ങളുണ്ടായിരുന്നു. എന്റെ ചാനലിൽ കൂടെ ഒലിവിയയുടെ ആ പെണ്ണ് വന്ന് കൃത്യമായി അവരുടെ പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞ് അവരെ പോയി ബ്രെയിൻ വാഷ് ചെയ്ത് നശം ആക്കിയത് ആരാണെന്ന് അറിയത്തില്ലേ? അത് ഈ മാമന. നിർത്ത്. ഇനി നമുക്ക് സംസാരിക്കാം. ഇപ്പം എന്താ പറയണ്ടേ, താത്തേ, എന്റെ പൊന്ന് താത്തേ, ഞാൻ പറയുന്ന കാര്യം അങ്ങോട്ട് കേൾക്കാം. താത്തയുടെ കൂടെ എന്താ പറയണ്ടേ, ഈ ഒരു വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് ദേവിന്റെ പേര് പറയുന്നുണ്ട്, വിവി ഹിയറിന്റെ പേര് പറയുന്നുണ്ട്. വിവി ചേട്ടനെ നമുക്കറിയാം. അതായത് ഞാൻ എൻ്റെ ചാനലിനൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വേണ്ട, ആ കഥ വരുന്നില്ല, അത് അടുത്ത് പറയുമ്പോൾ നമുക്ക് അതിലോട്ട് വരാം. അത് അവിടെ നിൽക്കട്ടെ. ഒലിവിയ വിഷയത്തിലായപ്പോഴത്തേക്ക് അതുലിന്റെ ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു. അതിലായിരുന്നു എക്സ്ക്ലൂസീവ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആയപ്പോഴത്തേക്ക് നമ്മുടെ അൽത്താഫ് വ്ലോഗ് വന്നിട്ട് ഒരു വീഡിയോ ഇട്ട്, ഈ ഒലിവിയ ഡിസൈൻ്റെ ഒരു വീഡിയോ ഇട്ട്. ഒരു 4 ലക്ഷം പോയിട്ടുണ്ടായിരുന്നു. കാണാപ്പടമാണ് ആ കാര്യം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അത് 1 ലക്ഷം അൽത്താഫിൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട്, ബീബി അങ്ങോട്ട് വന്നിട്ട് ലൈവിൽ ആ അച്ചുവിനെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ലൈവും കാര്യങ്ങളൊക്കെ ഇട്ട് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിറ്റേ ദിവസം അച്ചുവിനെതിരെ അങ്ങോട്ട് അടിക്കാൻ തുടങ്ങി. താത്ത അടിച്ചടിച്ച്. പക്ഷേ റീച്ച് കയറുന്ന ആർക്കാ? അതൊരു സ്റ്റാർ ആയിരുന്നു ആ ഒരു വിഷയത്തിൽ. ഒലിവിയ വിഷയത്തിൽ അതൊരു സ്റ്റാർ ആയിരുന്നു. അവൻ അടിക്ക് ഓരോ തെളിവുകളും കാര്യങ്ങളും പെണ്ണുങ്ങൾ ഇട്ട് കൊടുക്കുന്ന എല്ലാവരും പച്ചയ്ക്ക് ഓഫർ വരെ അതിൽ വന്നിട്ട് പോലും, ലക്ഷങ്ങൾ ഓഫർ വന്നിട്ട് പോലും അവനത് വേണ്ടാന്ന് വെച്ച്. അവസാനം കാർ വെറ്റി വെച്ച് അതിലും അവൻ ജയിച്ചു. അതും അവൻ വേണ്ടാന്ന് വെച്ച്. കേൾക്കണം, അവസാനം ഗതി കെട്ടിട്ട് ഇത് കുറേ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് വിവി ചേട്ടനാണ് അതിനോട് വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അതിലെ ഇന്ന പോലാണ്, നമുക്ക് ഇതൊരു കോംപ്രമൈസ് ആക്കണമെന്നുള്ള രീതിയിൽ വിവിയും അതുലും പിന്നെ ആരാണ് വേറെ ആ സമയത്ത് വേറെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ ആയിരുന്നു അവിടെ പോയി. ഈ പറയുന്ന ഷഫീന ബീബി ഇപ്പൊ വിവിയുടെ കാര്യം സംസാരിക്കുന്നുണ്ടല്ലോ. വിവിയോട് വന്നിട്ട് അതായത് കാര്യം പറയാൻ പറ. വിവിക്ക് അറിയാം സത്യാവസ്ഥ. വിവി ചേട്ടന് കാര്യങ്ങൾ ഏറ്റുവച്ചിട്ട് കാര്യങ്ങൾ മൊത്തം അറിയാം. ആ ഒരു വിഷയത്തിലാണ് അന്ന് എന്താണ് സംഭവിച്ചത്. അതിലവിടെ ചെന്ന് ഈ പറയുന്ന ഒലിവിയയില് ആ ഓണർ ഉണ്ടല്ലോ, എന്താ പീനസ് പക്ഷി, എന്താ ഇയാളുടെ പേര് ഞാൻ മറന്നു പോയിച്ചേ. മറ്റേ പുള്ളിക്കാരൻ്റെ പേരെന്താണ്, അച്ചു ചേച്ചിയുടെ ഭർത്താവിൻ്റെ പേര്, ആ പുള്ളിക്കാരൻ. ഓക്കെ, പുള്ളിക്കാരനോട്ടൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എല്ലാം ഡീല് ചെയ്തത് ആ പിള്ളേർക്ക് പൈസയും കാര്യങ്ങളെല്ലാം കൊടുക്കാം എന്നുള്ള രീതിയിൽ അതുൽ അവിടെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. അവിടെ കേസും കാര്യങ്ങളായിട്ട് പോവണ്ട പറഞ്ഞ് സംസാരിച്ച് ആ പിള്ളേരെല്ലാം വിളിക്കാൻ പറഞ്ഞപ്പോൾ ആ പിള്ളേരെന്തെടുത്ത് താത്തേനെ വിളിച്ച്, താത്ത എന്തോ പറഞ്ഞത്, പോവണ്ട, നമുക്ക് നിയമപരമായിട്ട് ഉണ്ടാക്കി തരാന്നുള്ള രീതിയിലാണ്. ഇതാണ് അവിടെ സംഭവിച്ചത്. അതിൻ്റെ ഇടയിൽ ഒന്ന് നമുക്കൊന്ന് ഫ്ലാഷ് ബാക്കിലോട്ട് പോകാം. അതിന് ഒരു ദിവസം മുമ്പാണ് ഈ പറയുന്ന ഞാനൊരു ലൈവിനകത്ത് ഈ ഒലിവിയ വിഷയൻ്റെ കാര്യം സംസാരിച്ച് ആദ്യമായിട്ട് ഇടുമ്പോൾ ഈ പറയുന്ന വിധി ചേട്ടനെ വിളിക്കുന്നത്, അതിലുള്ള ഗ്രൂപ്പ് കോൾ ചെയ്യുന്നത്. അങ്ങനെയാണ് അതുലും ഞാനും കൂടെ കൂട്ടാവുന്നത്. ഞങ്ങൾ അങ്ങനെയാണ് സംസാരിക്കാൻ തുടങ്ങിയത്. അന്നത്തെ ഇവന്റെ സംസാരമൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ബ്രോ അങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം എന്നെ ഡാബോടാന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ എൻ്റെ മനസ്സിങ്ങനെ തരിച്ച് വരും, അവനെ കൈ കിട്ടി കീറും എന്നുള്ള രീതിയിൽ. അവൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ രീതിയൊക്കെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഉള്ളവരും പറയല്ലോ അതുണ്ട്. ഓക്കെ, പിന്നെ സംസാരിച്ച് വന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങ് പിന്നെ എന്താ ഒരു അടയും ചക്കരയും പോലെ അങ്ങ് ആയിപ്പോയി. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് തിരിച്ചിങ്ങോട്ട് വരാം. ഈ എല്ലാ കാര്യങ്ങളും അവൻ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ഇവർ വിളിച്ചിട്ടാണ് പറഞ്ഞത്, മക്കളെ നമുക്ക് നിയമപരമായിട്ട് പോയാൽ മതിയെന്ന്. ഇപ്പോഴും ആ പിള്ളേർക്ക് നീതി കിട്ടിയിട്ടില്ല. ആ പിള്ളേർക്ക് ഒരു കോപ്പും കിട്ടിയിട്ടില്ല. അവരിപ്പോൾ പുല്ലുവല കേസും കാര്യങ്ങളായിട്ട് പോവുകയും ചെയ്തു. ഇവർ നൈസായിട്ട് പോവുകയും ചെയ്ത് ഇവർ ഇപ്പോഴും അത് അവിടെ കിടന്നുകൊണ്ടിരിക്കുക.
അതൊരു സ്വന്തമായിട്ട് വക്കീലിനെ വെച്ച് അത് കേസ് വാദിക്കുകയൊക്കെ ചെയ്തതൊക്കെ ചെയ്തു. എന്നിട്ട് ഇവർ പറഞ്ഞു നടക്കുന്നത് ഇവരെ വക്കീലിനെ അറിഞ്ഞു കൊടുത്തതെന്ന്. ഇവർ പഠിച്ച കള്ളിയാണ്. ഞാൻ സത്യസന്ധമായിട്ട് പറയാണ്. ഞാൻ എൻ്റെ പെറ്റമ്മയെ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചാൽ മതി. എൻ്റെ പെറ്റമ്മയെ കൊണ്ട് ഞാൻ പറയുക. കാരണം നമുക്കറിയാം ഇതിൻ്റെ കാര്യങ്ങളല്ല. നിങ്ങൾ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ വി ഹിയർ ആ ചേട്ടൻ എല്ലാ കാര്യങ്ങളും സത്യാവസ്ഥ മൊത്തം അറിയാം. കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ ഷഫീനോട് എപ്പോഴും ഈ ഒരു വീഡിയോക്കകത്ത് ഷഫീനെ പറയുന്നുണ്ട്, വിവിയോടാണെങ്കിലും ദേവനോടാണെങ്കിലും ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണുവിൻ്റെ കാര്യങ്ങൾ സത്യമാണെന്നുള്ള രീതിയിലാണ്. ആ വ്യക്തികൾ അന്ന് ഒലീവേ വിഷയത്തിന് ഈ പറയുന്ന അതുലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരോട് ചോദിക്കുക സത്യം. ഇവരിപ്പോഴും പറയുന്ന കള്ളവാണ്. ആ കാര്യങ്ങൾ മൊത്തം ബി ചേട്ടൻ അറിയായിരുന്നു, മൊത്തം അറിയായിരുന്നു. എന്നിട്ട് ഇപ്പം വന്നിട്ട് ഇവർ ഈ കള്ളം പറയുമ്പോൾ പുച്ഛവല്ലോട് ഈ ഒരു സ്ത്രീയോട് നമുക്ക് തോന്നേ. ഇപ്പോഴും ആ പെൺകുട്ടികൾക്ക് നീതി കിട്ടില്ല. എന്നിട്ട് ആ പെൺകുട്ടികൾ അതുലിനെ വിളിച്ച് പിന്നെ ചേട്ടാ അവർ പറ്റിക്കായിരുന്നെന്നും പറഞ്ഞിട്ട് ഇപ്പം പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. അവൻ തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പോഴാ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് കിട്ടിയെന്ന് ചോദിച്ചു നോക്ക്. വലിയ ഡയലോഗ് അടിക്കുന്നു, ഒരു നാണവും മാനവും ഇല്ലാതെ വന്നിട്ട്. അമ്മാരി പരിപാടിയൊക്കെ ചെയ്തത് ഇതാണ്. എല്ലായിടത്തും എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി നടക്കുന്നത്. ഞാൻ സോൾവ് ചെയ്യാൻ നടക്കുന്നോളാം. അപ്പൊ എന്റെ രീതി വേറെയാണ്. അതെ, സോൾവ് എന്താണെന്നറിയാവോ? അന്ന് അതുൽ അത് പ്രശ്നം സോൾവ് ചെയ്തായിരുന്നെങ്കിൽ ആ ക്രെഡിറ്റ് അതുൽ ബ്ലോഗ്സിന് പോയേനെ. അന്ന് വെറും 51K എങ്ങാണ്ട് സബ്സ്ക്രൈബേഴ്സേ ഉള്ളായിരുന്നു അവന്. ഒലിവേ വിഷയം വന്നപ്പോൾ അവൻ 20,000 സബ് ഒറ്റയടിക്ക് അടിച്ചു കയറിയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഒരാൾ വലുതായി വരുന്ന ഇഷ്ടമല്ല. പറഞ്ഞു മനസ്സിലായി. ഷഫീന ബീവിക്ക് അന്നൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് താത്തയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് താത്തയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ആ യൂട്യൂബ് ചാനലിൽ കുറച്ച് സഭ്യം ഉള്ളായിരുന്നു. നേരത്തെ ഒരു ചാനലിൽ കുറേ ആൾക്കാരൊക്കെ അടിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അടിച്ചും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് ഇവൻ വളർന്നു വരുന്ന അങ്ങോട്ട് പിടിച്ചിട്ടില്ലായിരുന്നു. അതിൻ്റെതായിട്ടുള്ള ഏതായിരുന്നു ചേച്ചി പിന്നെ കാട്ടിക്കൂട്ടിയത്. അവസാനം ആ പിള്ളേർക്ക് നീതിയില്ല. കാരണം ഇവർക്ക് എല്ലാ വിഷയത്തിലും കയറി ചെന്നിട്ട് ഇവർക്ക് ക്രെഡിറ്റ് വേണം. ഇവരാണ് ഇവിടുത്തെ ഭരിക്കുന്നത്, ഇവരാണ് എല്ലാം എന്നുള്ള ഒരു രീതിയിലാണ് ഇവരുടെ രീതി പോയിക്കൊണ്ടിരിക്കുന്നത്, സംസാര രീതി. ഞാൻ എന്തുവാ പറയുന്നത്? എനിക്ക് സത്യം പറഞ്ഞാൽ സമനില തെറ്റിയിട്ടുണ്ട്. ഞാൻ ഉള്ള കാര്യം പറയാം. എൻ്റെ മുന്നിൽ എല്ലാം വന്നായിരുന്നെങ്കിൽ ഞാൻ എടുത്ത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇനി അടുത്ത വിഷയം. അപ്പൊ ഞാൻ വലിയൊരു ത്രെട്ടായിട്ട് തോന്നുന്നുണ്ടാവും. നീ തനിച്ചിരുന്ന് പറഞ്ഞോ, അതിന് നിനക്ക് ഇഷ്ടം പോലെ വ്യൂവേഴ്സും വരും. പക്ഷെ ഷെഫീനായെ ഒതുക്കിയിട്ട് നീ പറയാന്ന് വിചാരിക്കുന്നിടത്ത് നീ തോറ്റു പോകും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി ആണെന്ന് തോന്നിയത് കൊണ്ട് ചെയ്ത വീഡിയോ ആണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. എന്നെ ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അല്ലെങ്കിൽ ആ വശത്തേക്ക് നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ വശമേ എനിക്ക് ഇഷ്ടമില്ല. മെയിൻ ആയിട്ട് ഞാൻ ഇവരെ സഹായിച്ച രീതി വെച്ചിട്ട് എനിക്ക് ഇതിന്റെ അപ്പുറം ചെയ്യണം. ഒരുത്തന്റെ ചാനലിൽ പൊളിഞ്ഞു പോയി നിന്നപ്പം മൂപ്പന്റെ കാല് പിടിച്ച് ചേച്ചി എന്ത് പറഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ലെന്ന് മൂപ്പൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മൂപ്പ ചാനലിൽ പോയുള്ള വേദന എനിക്കറിയാം, നീ ഒന്ന് സഹായിക്ക്, എനിക്ക് വേണ്ടിയിട്ട് നീ ഒന്ന് ചെയ്യുന്നു. അവൻ ആ ചാനലിൽ നിന്ന് സ്ട്രൈക്ക് അങ്ങ് മാറ്റി കൊടുത്ത് പിറ്റേന്നിരുന്ന് അവനെ തെറി വിളിച്ച് ഇന്ന് വരെ പിന്നെ എന്റെ അടുത്ത് മൂപ്പം വേണ്ടിയിട്ടില്ല. എന്നെ ബ്ലോക്ക് ചെയ്തു മൂപ്പൻ. കാരണം ആ വ്യക്തി ആരാന്നറിയോ? ഞാൻ ഇടയ്ക്ക് ഒരു അമ്മയും കുഞ്ഞിൻ്റെയും കഥയൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ട് ഇടയ്ക്ക്. അതിൽ ഈ പറയുന്ന വ്യക്തിക്കും പങ്കുണ്ട്. ഞാൻ അതിലോട്ട് വരുന്നില്ല. ഞാനിപ്പോൾ ഒരു കാര്യം തുറന്ന് പറയാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന വ്യക്തി എൻ്റെ ചാനലിന് സ്ട്രൈക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കെഞ്ചി. പക്ഷേ എന്താ, ഞാൻ എൻ്റെ ജീവിതത്തിൽ താഴ്ന്ന് സംസാരിച്ച ഒരു വ്യക്തിയാളായിരുന്നു. അന്ന് ഞാൻ പറയത്തില്ല എനിക്കൊരു ലക്ഷ്മണരേഖ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ അതിനു വേണ്ടിയായിരുന്നു ഞാൻ പലരുടെ മുമ്പിൽ താഴ്ന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തത്. അന്ന് ഞാൻ കരഞ്ഞിട്ടും ഉണ്ടായിരുന്നു. എനിക്ക് പറയാനൊന്നും മടിയില്ലായിരുന്നു. പക്ഷെ ഇവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെൽപ്പ് ചെയ്തെന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അയ്യോ എൻ്റെ പൊന്നോ, എന്തായാലും ആ ഒരു ഹെൽപ്പിലാണ് ഇവരെന്നെ വെച്ച്, ഞാൻ പറയില്ല വ്യാസന അങ്ങനെയുള്ള ഒരുപാട് കേസ് കെട്ടിലൊക്കെ എന്നെ പെടുത്താനും പിന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇവരെന്നെ കൊണ്ട് വീട് ചെയ്യിപ്പിക്കുന്നതും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ഇതിന് ഞാൻ രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ്. എൻ്റെ അനുഭവമാണ്. ഇപ്പോൾ ഇവരുടെ കൂടെ നിൽക്കുന്നവർക്ക് ഈ കഥകളൊന്നും അറിയത്തില്ല. ഓക്കെ. അപ്പോൾ എൻ്റെ ചാനലിന് സ്ട്രൈക്ക് അടിച്ച വ്യക്തി അപ്പോൾ എൻ്റെ ഇനി 3 ദിവസം കൂടെ കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ പോവാണ്. അപ്പോൾ ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ മോനും അങ്ങനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരും വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഈ കൗണ്ടർ കേസ് കേട്ടോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ആ സമയത്താണ് ബിബി ചേട്ടൻ എന്നെ വിളിച്ചത്. ബിബി ചേട്ടൻ വിളിച്ചിട്ട് എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മോനെ ഇന്ന ഒരാളുണ്ട്, ഇന്ന ആളുടെ അടുത്ത് നീ ചെന്നാൽ മാത്രം മതി. എന്നിട്ട് ആളിനെ എനിക്ക് പരിചയപ്പെട്ട് തരുകയൊക്കെ ചെയ്ത് കൗണ്ടറും അടിച്ചു. പറഞ്ഞു മനസ്സിലായോ? ഈ പറയുന്ന മൂപ്പൻ എന്ന് പറയുന്ന വ്യക്തി മാറ്റുന്നതിന് മുമ്പ് കൗണ്ടറും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ അക്കൗണ്ട് പോകത്തില്ലെന്ന് ഒരു നല്ലൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ മാറ്റി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വിഷയത്തിൽ ഇടപെടരുത് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ അതിനു മുമ്പ് ഒരു ചെറിയൊരു കാര്യങ്ങളുണ്ട്. എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മോനെ ഡാഡി, കാര്യം സാധിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? താഴുക, പരമാവധി താഴ്ന്ന് മോനെ കാല് പിടിക്കുക. എന്നോട് ഇവർ പറഞ്ഞു. ഞാൻ അതുപോലെ ചെയ്ത്. എന്നിട്ട് മോൻ എന്തോ ചെയ്യണം? കൊടുക്കണം. എനിക്ക് പറഞ്ഞു തന്ന വ്യക്തിയായത് മോൻ താഴ്ന്ന് നമ്മുടെ കാര്യം സാധിച്ചു കഴിഞ്ഞിട്ട് മോനെ നീ കൊടുക്കണോടാ. ഞാൻ അതേ ചെയ്തുള്ളൂ. കാരണം ഞാൻ കരഞ്ഞ കരച്ചിൽ എനിക്കറിയാം. എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, അന്ന് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നപ്പോൾ എൻ്റെ അമ്മയും കരഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എനിക്കൊരു സ്വഭാവമുണ്ട് എൻ്റെ വീട്ടിൽ. ഞാനിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നമോ കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മയോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും, വഴക്കിടുകയൊക്കെ ചെയ്യും. പക്ഷേ മൂന്നാമതൊരാൾ കാരണം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയുടെ കണ്ണീര് വീണ് കണ്ട അവനെ ഏതറ്റം വരെ ഞാൻ പോകും. പറഞ്ഞാൽ മനസ്സിലായോ? ഏതൊരറ്റം വരെ പോകും. ഡാനിക്ക് സംസാരിക്കാൻ അറിയാവുന്ന കൂട്ട് എനിക്ക് തോന്നുന്നു ഒരുത്തനും അറിയത്തില്ല. ഞാൻ പിന്നെ എന്താ പറയണ്ടേ, ഞാനിങ്ങനെ ഒതുങ്ങിക്കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോകുന്നത് മാത്രമേ ഉള്ളൂ. താത്ത മനസ്സിലാക്കുക, കുറച്ചും കൂടെ മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഈ ദ്രോഹം ഉണ്ടല്ലോ, നിങ്ങളാണ് ഇവിടെ മൊത്തം ദ്രോഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പല കേസുകെട്ടിലും കണ്ണടച്ച് പോകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ വന്ന് ഈ ഒരു വിഷയം രേണുസുതി ഈ വിഷയം 5-8 കേസ് 3-4 കേസുകെട്ടിൽ വെറുതെ കൊണ്ട് അവർ തലക്കടിക്കുകയാണ്. വെറുതെ. അത് പല ആൾക്കാർക്കും അറിയാം, ഇവരെ കൂടെ നിൽക്കുന്ന പല ആൾക്കാർക്കും അറിയാം. ഞാൻ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അവരെന്നോട് സംസാരിച്ച കാര്യങ്ങളാണ്. ഞാൻ ഇത്ര കോൺഫിഡൻസോടെ ഈ കാര്യം സംസാരിക്കുന്നത്. പക്ഷെ എല്ലാം വളച്ചൊടിക്കുക, മനസ്സിലായോ? വളച്ചൊടിക്കുക. കാരണം ഇവിടെ കുറ്റം പറഞ്ഞാൽ ഇഷ്ടപ്പെടാൻ ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കും വേണമെങ്കിൽ അങ്ങനെ അങ്ങ് പോവാമായിരുന്നു, ഒരുപാട് കാര്യത്തിൽ പോകാമായിരുന്നു. പക്ഷെ ഒരാളൊക്കെ തെറ്റ് ചെയ്ത കാര്യത്തിന് അവരെ കുറിച്ച് പറയാം, ഇല്ലാത്ത കാര്യത്തിന് എന്തിനാ പറയുന്നത്? എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾ കാണുക, എന്ന് ഈ 30 കേസ് കെട്ടിലൊക്കെ ഇതൊക്കെയാണ് സത്യാവസ്ഥ നടന്നതൊക്കെ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ സ്ട്രൈക്ക് മാറ്റുന്ന മുമ്പ് എനിക്ക് രക്ഷകനായിട്ട് വന്നത് ഈ പറഞ്ഞ ബിബി ചേട്ടൻ. അതിൻ്റെ നന്ദിയും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് വേറെ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇപ്പം ഇവിടെ വന്നിട്ട് ഇത്രയും കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പുച്ഛമാകുന്നത്, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പുച്ഛമാകുന്നത്. പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിലാണെങ്കിൽ പണ്ടും പറയാം, ഡീണു കോണ്ടന്റ് വിറാന്ന് അവരോടും പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാനത് വിട്ടു ആ കേസ് കേട്ട് 6-7 ദിവസം മുമ്പ് ഞാൻ വിട്ടതാണ്. പിന്നെ ഞാനൊന്നും പറയുന്നുമില്ല, വേറെ ഒന്നും പറയുന്നില്ല. പിന്നെന്താ, മോളിൽ ഇരിക്കുന്നവനൊക്കെ കാണുന്നുണ്ടല്ലോ, ആ പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കത്തില്ല. ഞാൻ വെറുതെ അല്ല പറയുന്നത്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെവിടെ ഏറ്റുപറയാൻ ഒരു മടിയില്ലാത്ത ടീംസുകൾ തന്നെയാണ്. അതുകൂടെ ഒന്ന് ഓർത്താൽ നല്ലതായിരിക്കും. പക്ഷേ ഞാനൊരു കാര്യം പറയാലോ, കർമ്മ കിട്ടാൻ പോകുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും. എല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്തവനെ പോലെ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. ഞങ്ങളത്ര മണ്ടലൊന്നും അല്ല. കാരണം ഇവിടെ ഇത് കാണുന്ന ജനങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിലും, ഇത് താത്തയ്ക്ക് മനസ്സിലായില്ലെങ്കിലും മനസ്സിലാവേണ്ടവനൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് ഞാനൊന്നും സംസാരിക്കുന്നില്ല. ഇനി സംസാരിച്ചാൽ ചിലപ്പോൾ അധികപ്പറ്റായി പോയെന്ന് വിചാരിക്കും. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു.